നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം ഏറ്റവും നാണക്കെട്ട തലത്തിലേക്ക് പതിച്ചിരിക്കുന്നു. ആര് മുഖ്യമന്ത്രിയായാലും ഇത് കോൺഗ്രസിനുണ്ടാക്കിയ നാണക്കേട് അത് ചില്ലറയല്ല. പിണറായി വിജയൻ തന്നെ കേരളം ഭരിച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. 3 പേരാണ് മുഖ്യമന്ത്രി മോഹവുമായി കേരളത്തിൽ നിരന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് ദേശീയ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹമാണ് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചത്. KC വേണുഗോപാലിനോട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഒന്നു മാത്രം: കത്തി താഴെയിടൂ. രാജാവാകാനല്ല, കിങ് മേക്കർ ആകാനാണ് ഇവിടെ വേണുഗോപാൽ ശ്രമിക്കേണ്ടത്. അതല്ലാതെ മുഖ്യമന്ത്രി കസേര തട്ടിയെടുത്ത് അതിൽ കയറിയിരുന്നാൽ ഇരിപ്പുറക്കില്ല എന്ന് KC ഓർത്താൽ നല്ലത്. കഴിഞ്ഞ 2 വർഷമായി KC വേണുഗോപാൽ കേരളത്തിലെ സംഘടനാ യന്ത്രം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ നിരന്തരമായി ശ്രമിച്ചിരുന്നു. അതിൻ്റെ അവസാനവട്ട നീക്കങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ പോര്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പരസ്പരം പോര് നടത്തുന്ന രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും ഒക്കെ നമുക്ക് തള്ളിപ്പറയേണ്ടി വരും. എന്നാൽ അതിലപ്പുറം ഈ പോരിൽ നിന്ന് സ്വയം മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം KC വേണുഗോപാലിനുണ്ട്. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്തയാളാണ്. കേരളത്തിലെ സംഘടന തൻ്റെ നിയന്ത്രണത്തിലാക്കണമെന്ന് KC വേണുഗോപാൽ വളരെ കൗശലപൂർവ്വം തീരുമാനിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിരുന്നു മഹിളാ കോൺഗ്രസിനെ തൻ്റെ വരുതിയിലാക്കിയ ആദ്യ നീക്കം. മഹിളാ കോൺഗ്രസ് പുനഃസംഘടനയിൽ ജില്ലാ പ്രസിഡന്റുമാരായി തൻ്റെ നോമിനികളെ നിയോഗിക്കാൻ KCക്ക് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി ജബി മേത്തറെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയാക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറെ കഴിവുള്ള അബിൻ വർക്കി എന്ന നേതാവ് അബിൻ വർക്കിയെ വെട്ടി OG ജിനേഷിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസും തന്റെ കൈപ്പിടിയിൽ ഒതുക്കി KC വേണുഗോപാൽ തുടർന്ന് ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനാക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ. എന്നാൽ ആ ശ്രമം KCയുടേത് കേരളത്തിൽ വിജയിച്ചില്ല. പക്ഷേ KP അനിൽകുമാർ എന്ന തൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനെ KPCC വൈസ് പ്രസിഡന്റാക്കാൻ KC വേണുഗോപാലിന് നിഷ്പ്രയാസം കഴിഞ്ഞു. A ഗ്രൂപ്പിൽ നിന്ന് PC വിഷ്ണുനാഥിനെ KPCC വൈസ് പ്രസിഡന്റ് ആക്കിയെങ്കിലും ഷാഫി പറമ്പിലിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തുകൊണ്ട് തൻ്റെ ഗ്രൂപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ KCക്ക് കഴിഞ്ഞു. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ വയ്ക്കുമ്പോൾ KC വേണുഗോപാലുമായി ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ കോൺഗ്രസിലെ അപശ്രുതി. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ നിയോഗിക്കുമ്പോൾ ഭാവിയിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചരടുവലികളിൽ KCയെ അനുകൂലിക്കുമെന്ന വാക്ക് അന്നേ സണ്ണി ജോസഫ് നൽകിയിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചപ്പോഴും KC വേണുഗോപാൽ തൻ്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റി. ചുരുക്കത്തിൽ കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന AA ഗ്രൂപ്പുകൾക്കിടയിൽ തൻ്റെ ഇടം കൃത്യമായി വെട്ടിയൊരുക്കിയെടുക്കാൻ KCക്ക് കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി പോലും തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ KCക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് സച്ചിൻ പൈലറ്റും ദീപാദാസ് മുൻഷിയും മിശ്രിയും ഒക്കെ അതിൽ അംഗങ്ങളാകുന്നത്. സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയെ സ്വാധീനിച്ച് തൻ്റെ പക്ഷക്കാരായ 22 പേരെ സ്ഥാനാർത്ഥികളാക്കുന്നതിലും KC വേണുഗോപാൽ വിജയിച്ചു. ഇതോടെ വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളിൽ കുറെ പേരെങ്കിലും തന്നെ പരസ്യമായി അനുകൂലിക്കുമെന്ന ആത്മവിശ്വാസം. കേരളത്തിൽ വിജയസാധ്യതയുള്ള 10ഓളം മണ്ഡലങ്ങളിൽ അവസാന നിമിഷം സ്ഥാനാർത്ഥികളെ മാറ്റുന്നു. മുഹമ്മദ് ഷിയാസിന് വേണ്ടി അതിശക്തമായി കരുക്കൾ നീക്കിയ VD സതീശൻ അതിൽ വിജയിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെയും രമേശ് ചെന്നിത്തലയുടേതുമൊക്കെ നോമിനികളടക്കം 10ഓളം മണ്ഡലങ്ങളിൽ അവസാന നിമിഷം അട്ടിമറി. ഈ അട്ടിമറിയിലും നേട്ടമുണ്ടാക്കിയത് KC വേണുഗോപാൽ. ഈ മണ്ഡലങ്ങളിലൊക്കെ ചില വിമതർ തലപൊക്കി. വിമതരെ ചെന്ന് കണ്ട KC വേണുഗോപാൽ അവരെ ആശ്വസിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച. K സുധാകരന് മത്സരിക്കാൻ പച്ചക്കൊടി കാട്ടിയത് KC തന്നെയാണ് എന്നും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ രഹസ്യമായി തങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. എന്നാൽ K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നതിനെ നഖശികാന്തം VD സതീശൻ എതിർത്തു. അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടിയും വന്നു. കേരളത്തിലെ സംഘടനാ സംവിധാനം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ സൂക്ഷ്മമായ നീക്കങ്ങളാണ് KC നടത്തിയത്. തുടർച്ചയായ 2 വർഷം അതിനുവേണ്ട കരുനീക്കങ്ങൾ നടത്തി. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയൻ എന്ന പിണറായി വിജയനെതിരെ അതിശക്തമായ സമരമുഖങ്ങളിൽ KC വേണുഗോപാലിനെ കണ്ടില്ല എന്നാണ് VD പക്ഷം പറയുന്നത്. പിണറായി വിജയനെ യാതൊരു വിധത്തിലും പ്രകോപിപ്പിക്കാനും ഈ കാലഘട്ടത്തിൽ KC വേണുഗോപാൽ ശ്രമിച്ചില്ല. KC മുഖ്യമന്ത്രിയാകണമെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടക്കണം. MP സ്ഥാനം രാജിവെച്ചാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ്,
പിന്നീട് ഏതെങ്കിലും ഒരു MLA രാജിവെപ്പിച്ച് ആ മണ്ഡലത്തിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ്. ഇത് AICCയുടെ പ്രഖ്യാപിത നിലപാടിനെതിരെയല്ലേ എന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നു. 64-കാരനായ KC വേണുഗോപാൽ സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി കസേര മോഹിക്കും. അതിൽ തെറ്റൊന്നും പറയാനില്ല. എങ്കിലും ഇവിടെ ഒരു വിവേകം ഉപയോഗപ്പെടുത്തിയാൽ അത് KCക്ക് ഭാവിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം നേടിക്കൊടുക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ തന്ത്രപരമായ കരുക്കളാണ് KC പക്ഷം നീക്കിയത്. അതിന്റെ തുടർച്ചയായിരുന്നു K സുധാകരൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന പ്രസ്താവന നടത്തിയതിനു പിന്നിൽ. ഈ പ്രസ്താവനയോടെ VD സതീശൻ ക്യാമ്പുടർന്നു. RC പക്ഷവും VD പക്ഷവും പരസ്പരം പോർവിളിക്കും എന്ന പ്രതീക്ഷയായിരുന്നു K സുധാകരന്. എന്നാൽ സുധാകരൻ്റെ മനസ്സിലുള്ളത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പേര്. RC പക്ഷവും VD പക്ഷവും പരസ്പരം പോരിനിറങ്ങുമ്പോൾ ഒരു മധ്യസ്ഥ നീക്കമെന്ന നിലയിൽ KC വേണുഗോപാലിനെ അവതരിപ്പിക്കാമെന്നായിരുന്നു K സുധാകരൻ കരുതിയത്. എന്നാൽ K സുധാകരൻ ഇത്തരമൊരു വെടിപൊട്ടിക്കുമ്പോൾ RC പക്ഷം നിശബ്ദരായിരുന്നു. VD പക്ഷവും അതിൽ കയറി പിടിച്ചില്ല. തുടർന്ന് സുധാകരൻ തന്നെ തൻ്റെ വാക്ക് വിഴുങ്ങി KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണം എന്ന പ്രസ്താവന നടത്തുന്നു. ഇത്തരമൊരു പ്രസ്താവന തുടർന്ന് PJ കുര്യൻ, അനിൽകുമാർ എന്നിവർ അടക്കമുള്ളവരുടെ നാവിൽ നിന്ന് കേരളം കേട്ടു. ഏറ്റവും ഒടുവിൽ അജയ് തറയിൽ വരെ പറഞ്ഞു വയ്ക്കുന്നു. കേരളത്തിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് അവരുടെ വളർച്ചയ്ക്ക് ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം. രാഹുൽ ഗാന്ധിയിലേക്കുള്ള ഒരു കുറുക്കുവഴി KC വേണുഗോപാൽ തന്നെയാണ്. അതുകൊണ്ട് പലരും ഇപ്പോൾ KCയെ സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നു. നേതാക്കളുടെ ഈ സുഖപ്പീര് വർത്തമാനങ്ങൾക്കപ്പുറം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടി വികാരം നിങ്ങളൊന്ന് കാണണം. ഒരിക്കൽ പയ്യന്നൂർ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റായിരുന്ന KC വേണുഗോപാൽ പിന്നീട് AICC ജനറൽ സെക്രട്ടറിയായി വളർന്ന കഥ അതൊരു വല്ലാത്ത കഥയാണ്. പയ്യന്നൂർ കോളേജിലെ മിടുക്കനായ ആ യൂണിറ്റ് പ്രസിഡന്റിനെ KP കുഞ്ഞിക്കണ്ണൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ KSU പന്താവിലേക്ക് KC വേണുഗോപാലിനെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുവരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും ജോസഫ് വാഴയ്ക്കനും ശരത്ചന്ദ്ര പ്രസാദിനും പുനലൂർ മധുവിനും ശേഷം പിന്നീട് KSU പ്രസിഡന്റായി KC വേണുഗോപാൽ വളർന്ന കഥ. 1978 മുതൽ 82 വരെ കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം 2 തലങ്ങളായി നിന്നു. AK ആന്റണി നയിക്കുന്ന A വിഭാഗവും K കരുണാകരൻ നയിക്കുന്ന I വിഭാഗവും. അഖിലേന്ത്യാ തലത്തിൽ അന്ന് കോൺഗ്രസ് നെടുക പിളർന്നിരുന്നു. എന്നാൽ ഈ പിളർപ്പിൻ്റെ അലയൊലികൾ കേരളത്തിൽ അത്ര പ്രത്യക്ഷമായില്ല. വളരെ ദുർബലമായ ഒരു സംഘടനാ സംവിധാനമായി മാറി AK ആന്റണിയുടെ പക്ഷത്തുള്ള കോൺഗ്രസ്. ഒറ്റയ്ക്ക് കേരളത്തിൽ ഒരു സംവിധാനമായി നിൽക്കുക പ്രയാസകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് AK ആന്റണി 1982 ലയനത്തിലേക്ക് നീങ്ങുന്നു. ഈ ലയനത്തോടെ വീണ്ടും K കരുണാകരൻ AK ആന്റണി പോര് ഉച്ചസ്ഥായിയിലെത്തി. 1982 I ഗ്രൂപ്പും A ഗ്രൂപ്പും തമ്മിൽ ലയിക്കുമ്പോൾ I ഗ്രൂപ്പിൽ KSU പ്രസിഡന്റായിരുന്നത് ജോസഫ് വാഴയ്ക്കൻ, A ഗ്രൂപ്പിൻ്റേത് PT തോമസ്. ലയനത്തോടെ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു. KSU പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PT തോമസ് അവരോധിതനായി. അങ്ങനെ KSUവിൻ്റെ സെക്രട്ടറി എന്ന നിലയിലേക്ക് വാഴയ്ക്കനും. അതിനുശേഷമാണ് പിന്നീട് ശരത്ചന്ദ്ര പ്രസാദും പുനലൂർ മധുവുമൊക്കെ KSU പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. 1987 AK ആന്റണി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. KSU പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യേണ്ട, പകരം കൃത്യമായ ഇലക്ഷനിലൂടെ കണ്ടെത്തണം. കേരളത്തിൽ കോൺഗ്രസ് സംവിധാനത്തിനകത്ത് ഗ്രൂപ്പ് പോര് ഏറ്റവും ശക്തമായ തലത്തിലെത്തിയ കാലഘട്ടം. ഒരു വശത്ത് അധികായനായ K കരുണാകരൻ, മറുവശത്ത് AK ആന്റണി. KSU തെരഞ്ഞെടുപ്പിൽ I വിഭാഗം KC വേണുഗോപാലിൻ്റെ പേര് നിർദ്ദേശിക്കുന്നു. അങ്ങനെ KSU പ്രസിഡന്റായി KC വേണുഗോപാൽ നിയമിതനായി. 1992 സംഘടനാ ഇലക്ഷൻ. അന്ന് AK ആന്റണിയെ തോൽപ്പിച്ചുകൊണ്ട് വയലാർ രവി KPCC അധ്യക്ഷനായി. കരുണാകരൻ്റെ ഏറ്റവും ശക്തമായ കാലഘട്ടം. കോൺഗ്രസിലെ കരുത്തൻ എന്ന നിലയിൽ കരുണാകരൻ ഉച്ചസ്ഥായിയിൽ. മറുവശത്ത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട AK ആന്റണി കലിപൂണ്ടു നിൽക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് കരുണാകരൻ്റെ മകൻ K മുരളീധരൻ്റെ കടന്നുവരവ്. അന്ന് മുരളീധരനൊപ്പം കട്ടയ്ക്ക് തോളോട് തോൾ ചേർന്ന് നിന്ന ഒരു യുവ നേതാവുണ്ട്. അതാണ് KC വേണുഗോപാൽ. 92 സംഘടനാ തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ ശക്തനായതോടെ മുരളിയുടെ രംഗപ്രവേശം. ഇത് കരുണാകര വിഭാഗത്തിലെ യുവനേതാക്കളെ ചൊടിപ്പിച്ചു. അങ്ങനെ തിരുത്തൽവാദം തലപൊക്കുന്നു. G കാർത്തികേയൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരുത്തൽവാദം ശക്തിപ്പെട്ടത്. ജോസഫ് വാഴയ്ക്കൻ അടക്കമുള്ള നേതാക്കൾ തിരുത്തൽവാദത്തിൻ്റെ മുൻനിരയിൽ. തിരുത്തൽവാദം ശക്തിപ്പെട്ടതോടെ കരുണാകരൻ വീണ്ടും ഒറ്റപ്പെടുന്ന കാഴ്ച.
കെ മുരളീധരനോടൊപ്പം തോളോട് തോൾ ചേർന്ന് KC വേണുഗോപാലിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ KSU അധ്യക്ഷ സ്ഥാനത്തിരുന്ന KC വേണുഗോപാലിനെ കെ കരുണാകരൻ മുൻകൈയെടുത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ KC വേണുഗോപാൽ പിന്നീട് തൻ്റെ തനിനിറം പുറത്തെടുത്തു. കെ മുരളീധരനുമായി KC അകലുന്നു. കെ മുരളീധരനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ മൂന്നാം ഗ്രൂപ്പിലേക്ക് ചെന്ന് കയറുന്ന കാഴ്ച. തിരുത്തൽവാദം പിന്നീട് മൂന്നാം ഗ്രൂപ്പായി പരിണമിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ അന്ന് കളയിക്കാവിളയിൽ നിന്ന് ഒരു പദയാത്ര തുടങ്ങുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ പദയാത്രയിലെത്തുന്നു. കെ കരുണാകരനെ ആഞ്ഞടിക്കാനുള്ള ഒരു പദയാത്രയായി ഇത് പരിണമിക്കുമെന്ന് കരുണാകര വിഭാഗം ഉറപ്പിച്ചു. അന്ന് ഏറെ സ്വാധീനമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കെ കരുണാകരന്. കെ കരുണാകരൻ്റെ അനുയായികളായ വലിയൊരു വിഭാഗം ഗുണ്ടകളും അന്ന് തലസ്ഥാനം കീഴടക്കിയിരുന്നു. ആ കോൺഗ്രസ് ഗുണ്ടകൾ നേരെ കളയിക്കാവിളയിലേക്ക് കുതിച്ചു. പദയാത്ര കടന്നു വരുന്ന വഴിയിൽ KC വേണുഗോപാലിനും സംഘത്തിനും നേർക്ക് അതിക്രൂരമായ മർദ്ദനം. അന്ന് ഉമ്മൻചാണ്ടി തലനാരിഴയ്ക്കാണ് മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കെ കരുണാകരന്റെ വലംകൈയായി നിന്ന ശിവകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന് പിന്നീട് KC വേണുഗോപാൽ പരാതിപ്പെട്ടു. ഇതോടെ സ്വയരക്ഷയ്ക്കു കൂടി മൂന്നാം ഗ്രൂപ്പ് കൂടുതൽ കരുത്തോടെ നിൽക്കണമെന്ന് KC വേണുഗോപാലും തീരുമാനമെടുത്തു. അന്ന് രമേശ് ചെന്നിത്തലയുടെ ശിഷ്യനായി അങ്ങനെ മൂന്നാം ഗ്രൂപ്പിൽ സജീവമാകുന്നു. ഒരു വശത്ത് മൂന്നാം ഗ്രൂപ്പിൽ രമേശ് ചെന്നിത്തലയുടെ പ്രീതി പിടിച്ചുപറ്റി KC വേണുഗോപാൽ, മറുവശത്ത് AK ആന്റണിയുമായും ഒരു ചങ്ങാത്തത്തിന് ആ കാലഘട്ടത്തിൽ KC ശ്രമിച്ചു. നേരത്തെ കരുണാകരനൊപ്പമായിരുന്നപ്പോൾ കാസർഗോഡ് പാർലമെന്റിലേക്ക് KC വേണുഗോപാലിനെ കരുണാകരൻ മത്സരിപ്പിച്ചിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ KC തോറ്റു. പിന്നീട് രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് AK ആന്റണിയുടെ പിന്തുണയോടെ ആലപ്പുഴ നിയമസഭാ സീറ്റിലേക്ക് KC വേണുഗോപാലിനെ അവതരിപ്പിക്കുന്നു. തുടർച്ചയായി 2 മത്സര വിജയം. കേരളത്തിൽ ഒരു മന്ത്രിയുമായി KC വേണുഗോപാൽ മാറി. G കാർത്തികേയന് ശേഷം KC മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു പിന്നിൽ രമേശ് ചെന്നിത്തലയുടെ കരുനീക്കങ്ങൾ. രമേശ് ചെന്നിത്തലയുടെ ശിഷ്യനായ KC വേണുഗോപാലിന് പിന്നീട് വച്ചടി കയറ്റം. ആ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന രമേശ് ചെന്നിത്തല NSUI പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള വളർച്ച. വളരെ ചെറുപ്രായത്തിൽ കേരളത്തിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ കൂടി ചെയ്യുന്നു. ഒടുവിൽ രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായി കേരളത്തിൽ നിയമിതനായി. ഈ കാലഘട്ടത്തിൽ AICC ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാലിന്റെ വളർച്ച. ഇത്തരമൊരു തെരഞ്ഞെടുപ്പിന് പിന്നിലും രമേശ് ചെന്നിത്തലയുടെ കരുനീക്കങ്ങൾ. KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുൻപ് തന്നെ കേന്ദ്രമന്ത്രിയായിരുന്നു. ഈ കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് പിന്നിൽ NSS ശക്തമായ സമ്മർദ്ദം ചെലുത്തി. അന്ന് തൻ്റെ പ്രിയ ശിഷ്യനെ കേന്ദ്രമന്ത്രിയാക്കാൻ രമേശ് ചെന്നിത്തലയും ദില്ലിയിൽ ഓടി നടന്നു. AICC ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന VD സതീശന് കേരളത്തിൽ പ്രവർത്തിക്കാനായിരുന്നു ഇഷ്ടം. രാഹുൽ ഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു VD സതീശൻ. സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ കൂടുതൽ സജീവമാകണമെന്ന ആഗ്രഹം നിമിത്തം VD സതീശൻ കേരളത്തിൽ തുടർന്ന് സജീവമാകുന്നു. എന്നാൽ ദേശീയ സംഘടനാ തലത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയ KC വേണുഗോപാൽ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി. കേരളത്തിൽ ഏറ്റവും അധികം കാലം KSU യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിരുന്നത് ഇതേ KC വേണുഗോപാൽ. 1-2 12 വർഷത്തോളം KSU യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനങ്ങളിൽ തുടർച്ചയായിരുന്നു. ദേശീയ തലത്തിൽ കരുത്തുറ്റിയ ഒരു നേതാവായി KC വേണുഗോപാൽ വളർന്നു വരുന്നത് കേരളത്തിലെ കോൺഗ്രസ് സാഹൂതം വീക്ഷിച്ചു. എന്നാൽ അതിലപ്പുറം കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലേക്ക് ഒരു ഗ്രൂപ്പ് കലർത്താൻ KC വേണുഗോപാൽ ശ്രമിച്ചത് പലരെയും അസ്വസ്ഥപ്പെടുത്തി. KCക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്താൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെട്ടു. അതിനു പിന്നിൽ ഒരൊറ്റ കാരണം, രാഹുൽ ഗാന്ധിയുമായുള്ള KC വേണുഗോപാലിൻ്റെ ചങ്ങാത്തം. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുമ്പോൾ സ്വാഭാവികമായും ചില പ്രതികരണങ്ങൾ ഉയർന്നു വരും. ഇവിടെ KCയെ മുഖ്യമന്ത്രിയാക്കാൻ ചിലർ ഒരു ഫോർമുല പറയുന്നത് കെ കരുണാകരന് ശേഷം അന്ന് കേന്ദ്രം MLA അല്ലാതിരുന്ന AK ആന്റണി അവതരിപ്പിച്ച കഥയാണ്. എന്നാൽ AK ആന്റണിക്ക് അന്ന് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന സ്റ്റേച്ചർ അത് ഇതിൽ നിന്നേറെ വിഭിന്നമാണ്. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിലായിരുന്നു അന്ന് കെ കരുണാകരന് ശേഷം AK ആന്റണി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു കാലഘട്ടം മുഴുവൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിച്ച അധികായനായ കെ കരുണാകരൻ DIC രൂപീകരിച്ച് മറ്റൊരു പാർട്ടിയുമായി ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചപ്പോൾ അന്ന് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയ ഒരുപിടി നേതാക്കളുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച ഒട്ടനവധി നേതാക്കൾ.
ഇന്ന് ജനവികാരം വി.ഡി. സതീശന് അനുകൂലമാണ് എന്ന് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. കോൺഗ്രസിലെ പാർട്ടി പ്രവർത്തകർ പറയുന്നത് രമേശ് ചെന്നിത്തല സർവ്വതാ യോഗ്യനെന്ന്. ജനഹിതം നോക്കി മാത്രമേ ഇത്തരം ഘട്ടങ്ങളിൽ കോൺഗ്രസ് തീരുമാനമെടുക്കാവൂ. കോൺഗ്രസ് 3 ഗ്രൂപ്പുകളായി പിരിയാൻ, അവ വിണ്ടുകീറാൻ അധിക സമയം വേണ്ട എന്ന് കോൺഗ്രസ് നേതാക്കൾ ഓർമ്മിക്കുന്നത് നല്ലത്. എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിൽ നിന്ന് വലിയൊരു ഭാഗം അടർന്നു വീഴുമെന്നും അത് തങ്ങൾക്ക് സ്വന്തമാക്കാമെന്നും NDA കണക്കുകൂട്ടുന്നു. BJPയുടെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഉള്ളതാണ്. മറുവശത്ത് മുസ്ലിം ലീഗിൻ്റെ തോളിൽ കയറിയാണ് കോൺഗ്രസ് വീണ്ടും കേരളം ഭരിക്കാനൊരുങ്ങുന്നത്. ലീഗിനെ സംബന്ധിച്ച് ദുർബലമായ ഒരു കോൺഗ്രസ് സംഘടനാ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നതെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ CPM എന്ന പാർട്ടി ഉൾപ്പെടുന്ന LDFിലേക്ക് ചേക്കേറും. ഇത് കേരളത്തിൽ ഭരണനഷ്ടത്തിന് വരെ കാരണമായേക്കാം. സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കേണ്ട സമയമാണ് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഈ കാലഘട്ടം. പരസ്പരം ചെളിവാരിയെറിഞ്ഞും പരസ്പരം കുതികാൽ വെട്ടിയും കിട്ടിയ മുഖ്യമന്ത്രി കസേര കളഞ്ഞു കുളിക്കരുത് എന്ന് മാത്രമാണ് നേതൃത്വത്തോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാജാവാകുന്നതിന് പകരം KC വേണുഗോപാൽ കിങ് മേക്കർ ആവട്ടെ. അതിലപ്പുറം ഇത്തിരി രാഷ്ട്രീയ വിവേകം കാട്ടിയാൽ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ KCക്കുള്ള സ്ഥാനം അത് വേറിട്ട് നിൽക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.